എന്താ സ്വീകരണം? അനുഭവക്കാരുടെ സ്വീകരണം അനീഷിനായിട്ടിരുന്നു. എന്താ ഒരു രാജാവ് അനീഷ്. എമ്മാതിരി ജനങ്ങള് ചെങ്ങായിമാരെ. സത്യം പറയാലോ, ബിഗ് ബോസ് എടുത്തത് അനുമോളാണെങ്കിൽ പോലും ജനങ്ങളെ മനസ്സിൽ വിജയ് അനീഷ് തന്നെയാണ് ഇപ്പോഴും. നിങ്ങൾ ആ ഒരു ക്രൗഡൊന്ന് നോക്കി ജഡ്ജാതി ആൾക്കാരാണ്. ഇതിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്ക് എണ്ണിയൊക്കാൻ കഴിയില്ല. അമ്മാതിരി ആൾക്കൂട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് അനുമോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കഥയാണോ എന്ന് സംശയം ഇല്ലാതില്ല. അല്ലെങ്കിൽ പിന്നെ ഒന്നെങ്കിൽ അനീഷിനോ അല്ലെങ്കിൽ നൂറക്കൊക്കെ കിട്ടേണ്ടതല്ല ഈ ഒരു ബിഗ് ബോസ്. എന്നിട്ട് ഒരിക്കൊന്നും കൊടുക്കാതെ അനുമോൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കളികൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു വാർത്ത വന്നിട്ടുണ്ട്, എന്താ അറിയോ? അനുമോള് 15 ലക്ഷം മുടക്കിയിട്ട് PR ചെയ്തു എന്ന്. അതിൻ്റെ സത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റൂമേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓള് PR ചെയ്തോ ഇല്ലേന്നൊന്നും വിഷയമില്ല. പക്ഷെ എന്താ അറിയോ, ജനങ്ങളെ മനസ്സിൽ വിജയ് അനീഷേട്ടൻ തന്നെയാണ്. കണ്ടോ, ഇമാതിരി ജനങ്ങൾ, എത്രങ്ങോനും ജനങ്ങളാ. ഈ ഒരു അനുമോളെ ബിഗ് ബോസ് എടുത്തിട്ട് എയർപോർട്ടിലൊക്കെ വന്നിറങ്ങി. ആരെങ്കിലും നോക്കിയോ? ഏതെങ്കിലും വീഡിയോസിൽ ആൾ കൂടിയത് നിങ്ങൾ കണ്ടോ? ഈ ഒരു വിജയപ്രതീക്ഷയുമായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നപ്പോൾ ഇത്ര അധികം ജനങ്ങൾ ഒരു പകുതിയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? കാണാൻ കഴിയൂല. കാരണം എന്താ അറിയോ, ജനങ്ങളെ മനസ്സിൽ ഇപ്പോഴും അനീഷ്, പിന്നെ നൂറക്ക് കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. നൂറ ആ ഒരു പ്രത്യേക ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളായതുകൊണ്ട് കുറേ ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ കുറേ പെണ്ണുങ്ങളുണ്ട്, അവർക്ക് അസൂയാണ്. ഒരു ലെസ്ബിയൻ കമ്മ്യൂണിറ്റി ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വോട്ടിങ്ങും കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ജയിക്കരുത് അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ള കുറേ അസൂയക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നൂറ് അത്രയും ബാക്ക് പോയത്. പിന്നെ പെർഫോമൻസ് വൈസിലാണെങ്കിൽ അനീഷിന് കൊടുക്കണം കേട്ടോ. അല്ലാതെ അനുമോൾക്കൊക്കെ എന്ത് കണ്ടിട്ടാണ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ ഒരു ആൾക്കൂട്ടം തന്നെ നോക്കി, ഇതാണ് ആൾക്കൂട്ടം. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. ഇത് ജനങ്ങളുടെ വിജയമാണ്. അതിപ്പോൾ ഒരു കപ്പ് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും വിഷയമല്ല. ഒഫീഷ്യൽ പേപ്പറിൽ ചിലപ്പോൾ അനുമോൾ തന്നെ ഇക്കാരം വിജയി. പക്ഷേ ജനങ്ങളെ മനസ്സിൽ അത് അനീഷ് തന്നെയാണ് കേട്ടോ ബിഗ് ബോസ് എടുത്തിട്ടുള്ളത്. ഒരു സംശയം വേണ്ട അതിൽ.